നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് മനസ്സിലാവുന്നില്ല, കമ്പനി അനാലിസിസ് അറിയില്ല, എങ്കിലും ദീർഘകാലത്തേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ പല ഓപ്ഷനുകളും ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള EPF, PPF, NPS പോലെയുള്ളവ. ഇൻവെസ്റ്റിംഗ് ലോകത്ത് പലർക്കും ഒരു പേടിയുണ്ട്. മാർക്കറ്റ് താഴെ പോയാൽ എന്ത് ചെയ്യും? നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റോക്സ് റോങ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ചോദ്യങ്ങൾക്ക് ഒരു പരിധിവരെ ഉത്തരം നൽകുന്ന ചില പദ്ധതികളുണ്ട്. EPF, PPF എല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. EPF എന്നാൽ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും എല്ലാ മാസവും ശമ്പളത്തിന്റെ ഒരു ഭാഗം ഇതിലേക്ക് പോകുന്നുണ്ടാവും. PPF എന്നാൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇത് ദീർഘകാല സമ്പാദ്യത്തിനും വെൽത്ത് ബിൽഡിങ്ങിനും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇവയുടെ ഏറ്റവും വലിയ ശക്തി റിട്ടേൺ മാത്രമല്ല, ഡിസിപ്ലിൻ ആണ്. കാരണം ഈ പണം പെട്ടെന്ന് എടുത്ത് ചെലവാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ടിങ്ങിന് ധാരാളം സമയം ലഭിക്കും. ഒരു ചെറിയ തുക വർഷങ്ങളോളം ഇത്തരത്തിലുള്ള പദ്ധതികളിൽ കിടക്കുമ്പോൾ അതിന്റെ വളർച്ച അതിശയിപ്പിക്കുന്നതായിരിക്കും. പലരും വെൽത്ത് ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ രഹസ്യം തേടുന്നു. എന്നാൽ ആ രഹസ്യം ഒരിക്കലും പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കില്ല. വർഷങ്ങളോളം കൺസിസ്റ്റന്റ് ആയി തുടരുന്ന ഡിസിപ്ലിൻ ആയിരിക്കും. EPF, PPF പോലുള്ള പദ്ധതികൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും നിർബന്ധമായി വേണ്ട ഒരു കാര്യമുണ്ട്. അത് മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്ക് മാർക്കറ്റോ അല്ല. നാളെ നോക്കാം.